അർജുനെ കാണാതിന് ശേഷം അവിടെ ഈ ഗംഗാവാലി പുഴയ്ക്കരിയിൽ വളരെ മണിക്കൂറുകളോളം പ്രവർത്തന നിരതനായി മാറിയ MLA ആണ് അദ്ദേഹം പറയുന്നത് ഇത് അർജുൻ്റേതാകില്ല, അത് അവിടെ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം തന്നെയാകാനാണ് സാധ്യത. ഒരു കാരണവശാലും ഇത് കോഴിക്കോട്ടെ അർജുൻ്റെ മൃതദേഹമാണ് എന്ന് അദ്ദേഹം കരുതുന്നില്ല. കാര്യം 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണുന്നത്. എന്തായാലും ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് കൂടി നമുക്കൊപ്പം ചേരുന്നു. മനാഫ്, താങ്കൾ പുതിയ വിവരം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്? ഒരു 3/4 മണിക്കൂർ മുന്നേ ആണ് മത്സ്യത്തൊഴിലാളി എന്നെ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു കടലിലൊരു മൃതദേഹം ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു ആണിന്റെ മൃതദേഹമാണ്, കാലുമേലെ ഒരു നെറ്റ് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ മറ്റു വിശദാംശങ്ങൾ എന്താണ് താങ്കളോട് പറഞ്ഞത്? ഈ മൃതദേഹം ജീർണിച്ച നിലയിലാണെന്ന് പറഞ്ഞു അവർ? അതെ, പക്ഷെ അത്രമാത്രം ജീർണിച്ചിട്ടില്ല. ഓ, അത് ശരി. അല്ലെ, താങ്കളുടെ ഒരു സംശയം എന്താണ്? കാര്യം 3 ദിവസം മുമ്പ് അവിടുന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി ആയിരിക്കും ഈ മൃതദേഹം എന്ന രീതിയിൽ നമ്മുടെ കാർവാർ MLA ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈശ്വർ മാൽപ്പയും അത് തന്നെയാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു ആണിന്റെ മൃതദേഹമാണ് ഇങ്ങനെ. അപ്പൊ പോലീസിൽ വിവരം അറിയിച്ചിക്കണ്, ഓരോടും പോലീസിൽ വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞിക്കണ്. ഓക്കെ മനാഫ്, പിന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഒരു സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. താങ്കളിപ്പോ എവിടെയുള്ളത്? കോഴിക്കോടുള്ളത്. കോഴിക്കോടുള്ളത്. താങ്കൾ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണല്ലേ? ഓക്കെ മനാഫ്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ കൂടി അറിയിക്കുക. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദിസ് പ്രോഗ്രാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ ഒരു മൃതദേഹം ഒന്നവാരയിൽ കുടുങ്ങി എന്ന വാർത്തയാണ്. 11 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. മൃതദേഹം ഒഴുകി നടക്കുകയായിരുന്നു എന്നാണ് മനാഫിനെ ഈ മത്സ്യത്തൊഴിലാളി അറിയിച്ചത്. കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് ഈ മൃതദേഹം ഇപ്പോൾ. എന്നാൽ കുറച്ച് അത്രയധികം ജീർണിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ആദ്യം ലഭിച്ച വിവരം അനുസരിച്ച്. വളരെ ഈ മൃതശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ജീർണിച്ചു പോയിരുന്നു എന്നാണ്. എന്നാൽ ലോറി ഉടമ, അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ മനാഫ് പറയുന്നത് അത്ര ജീർണിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞില്ല എന്നാണ്. കാലിൽ ഒരു വല കുരുങ്ങിക്കിടക്കുന്ന കാരണം അത് ഒഴുകി നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും മനാഫ് കൂടി അങ്ങോട്ട് എത്തുകയാണ്. ഈ ഈശ്വർ മാൽപ്പെ അവിടോട്ട് എത്തും. പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം നമുക്കറിയാൻ കഴിയും. അരുൺ പൂപ്പറമ്പ കൂടി നമുക്കൊപ്പം ചേരുന്നു. അരുൺ പൂപ്പറമ്പ, അദ്ദേഹം എന്തെങ്കിലും വിവരങ്ങൾ അരുണിന് കിട്ടിയോ? SK, നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് ഔദ്യോഗികമായിട്ടുള്ള വിവരം അല്ല. അതായത് ജില്ലാ ഭരണകൂടമോ പോലീസോ ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു വിവരം പങ്കുവെക്കുന്നില്ല. നമുക്കെന്നാൽ അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്നും നേരത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. ഹൊന്നാവാര ഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അത് കടലോരമാണ്. അവിടെ വെച്ചാണ് ഈ ജീർണിച്ച നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഒരു പുരുഷന്റെ മൃതദേഹമാണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഈ മണ്ണിടിച്ചിൽ കാണാതായവരുടെ മൃതദേഹമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവർക്ക് പ്രത്യക്ഷത്തിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തായാലും അവർ പങ്കുവെക്കുന്ന വിവരം അതാണ്. നേരത്തെ നമുക്ക് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ ഒരു 5 ദിവസം മുമ്പ് ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതെ പോയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വിവരമുണ്ട്. അതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗുണ്ട എന്ന് പറയുന്ന ഹൊന്നവാര ഗുണ്ട അതൊരു കടലോര പ്രദേശമാണ്. നിലവിൽ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ജീർണിച്ചിട്ടില്ല മൃതദേഹം എന്നുകൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. അതായത് നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാണാതായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് നമുക്ക് ആ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അവരുടെ മൃതദേഹമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നിലവിൽ അങ്കോല സി ഉൾപ്പെടെ അവിടെ അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനുശേഷം നമുക്കൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം അത് ലഭിക്കുമെന്നതാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് അർജുൻ്റെ മൃതദേഹമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് 24 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ അവിടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ തിരച്ചിലുണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 ദിവസം മുമ്പ് അവിടെ അവരുടെ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അതുൾപ്പെടെ അവർ അവിടെ ഈ കടലോരത്തും ഈ ഗംഗാവലി പുഴയുടെ ഓരത്തൊക്കെ അവർ ഈ പരിശോധനയും തെരച്ചിലും നടത്തിയിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. കാലിൽ വല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹമുള്ളത്. എന്തായാലും ഈ പുരുഷന്റെ മൃതദേഹമാണെന്ന് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഈ മണ്ണിടിച്ചിൽ കാണാതായ 3 പേരുടെ ആരുടേതെങ്കിലും മൃതദേഹമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് നിലവിൽ ഇപ്പോൾ അവിടെയുള്ള, അതായത് നിലവിൽ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രദേശവാസികൾ
ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം പോലീസ് സംഘം അവിടെ എത്തിച്ചേർന്നാൽ അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എസ്കേൻ. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും ഈ പോലീസ് എത്തി സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ. ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു, ഈ ഈശ്വർ മാൽപ്പയാണോ ഇതൊക്കെ സ്ഥിരീകരിക്കേണ്ടത്, പോലീസല്ലേ? തീർച്ചയായിട്ടും പോലീസ് തന്നെയാണ്, നിയമ സംവിധാനങ്ങൾ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക, പോലീസിൻ്റെ സ്ഥിരീകരണം തന്നെയാണ് ആവശ്യം. എന്നാൽ അദ്ദേഹം ഈ കാര്യത്തിൽ ഇപ്പോൾ അർജുനെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ സംഭാവനകളെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഈ ഗംഗാവലി പുഴ പോലെ വളരെ അടിയൊഴുക്കുള്ള ഒരു പുഴയിലേക്ക് അദ്ദേഹം മുങ്ങിത്തപ്പാൻ അദ്ദേഹം കാണിച്ച മഹാമനസ്കത, സാഹസികത ഒക്കെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈശ്വർ മൽപ്പെ ഇത് ഈ കിട്ടിയിരിക്കുന്ന ഈ മൃതദേഹം ആരുടേതാണ് എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഈ പറയുന്ന ഒന്നാവാര എന്ന കടലോര പ്രദേശത്തേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു മൃതദേഹം ഒഴുകി നടക്കുന്നു. ആ മൃതദേഹം തന്നെ ഈശ്വർ മാൽപ്പയുടെ അഭിപ്രായത്തിൽ 3 ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു മത്സ്യത്തൊഴിലാളിയുടേതാകാനാണ് കൂടുതൽ സാധ്യത, അത് അർജുൻ്റേതാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അരുൺ പൂപ്പറമ്പ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, മറ്റെന്തെങ്കിലും വിവരം ലഭിച്ചോ? എസ്കേൻ, അല്പസമയത്തിനകം ഈ പോലീസ് സംഘം അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അവരുമായി ബന്ധപ്പെടുന്നുണ്ട്. അങ്കോല CA ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് മത്സ്യത്തൊഴിലാളികളാണ് നിലവിൽ ഈ വിവരം ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ ഈ ലോറിയുടെ ഉടമ മനാഫിനെ ഉൾപ്പെടെ ഈ വിവരം അറിയിച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അതിനുശേഷം ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിരൂരിൽ നിന്ന് അല്പം മാറിയിട്ടാണ് അത് ഈ പുഴയും അതോടൊപ്പം തന്നെ കടലും സംഗമിക്കുന്ന ഏരിയയാണ്. ഗുണ്ട എന്ന് പറയുന്നതാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഹൊന്നാബാര ഗുണ്ട തീരം എന്നൊക്കെയാണ് അത് അറിയപ്പെടാറ്. അവിടെയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ രാവിലെ നടത്തിയ തെരച്ചിലിൽ ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ഈ ഒരു മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ രാവിലെ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയത്. അതിനിടെയാണ് ഈ കാലിൽ വല കുടുങ്ങിയ നിലയിൽ ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ അതൊരു പുരുഷന്റെ മൃതദേഹമാണ് എന്ന കാര്യം ഇപ്പോൾ നിലവിൽ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ആരുടേതാണ് എന്ന് നമുക്കൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചാൽ മാത്രമേ ആ വിവരം നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അവിടുന്ന് പ്രദേശവാസികൾ അവിടെ നിലവിലെത്തിയിട്ടുള്ള പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് അർജുന്റെ മൃതദേഹമാകാനുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ നൽകിയത് എന്തായാലും ഈ ഒന്നാവാര എന്ന കടലോര പ്രദേശത്തെ ഒരു മൃതദേഹം ഏകദേശം ജീർണിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഒരു കാലിൽ വല കുരുങ്ങിയ അവസ്ഥയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഈശ്വർ മാൽപ്പെ നമ്മോട് പറഞ്ഞത് ഇതൊരു കാരണവശാലും കോഴിക്കോട്ടെ അർജുൻ്റേതാകില്ല എന്നാണ്. അനുമാനങ്ങൾ വെച്ച് വാർത്ത കൊടുക്കരുത് എന്നാണ് ഒരു പ്രേക്ഷകൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും